ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പാരിസൺ ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഇൻ MySQL അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ DDL കമാൻഡ്സ് DML കമാൻഡ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു അല്ലേ, ഒരു പ്രോബ്ലം ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ DMLൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഓൺലൈൻ ഒരു ലിങ്ക് അയച്ചു തന്നിരുന്നു. ആ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ DML കമാൻഡ്സ് പഠിച്ചു. ഇനി ഈ കമ്പാരിസൺ ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നോക്കാം ആദ്യം. The comparison operators in MySQL are used to compare values between operands and return true or false according to the condition specified in the statement. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിലിപ്പോൾ C is equal to A plus B അല്ലെങ്കിൽ A greater than B അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ എന്തിനൊക്കെയാണോ നമ്മൾ ഓപ്പറേറ്റർ വെച്ചിട്ട് പിന്നെ ഇത് ചെയ്യുന്നത് അതിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറൻസ് എന്ന് പറയുന്നത്. ആ വാല്യൂസിനാണ് ഓപ്പറൻസ് എന്ന് പറയുന്നത്. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ A പ്ലസ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എയും ബി ആണ് എന്ത്? ഓപ്പറൻസ്. അതുപോലെ ആ പ്ലസ് സിമ്പലാണ് എന്ത്? ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പാരിസൺ ഓപ്പറേറ്റ് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ രണ്ട് വാല്യൂ തമ്മിൽ താരതമ്യം ചെയ്യുക അല്ലേ? അപ്പം അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, MySQL യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ സിയിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, സിയിൽ പഠിച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ തന്നെയാണുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിളാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ അല്ലേ? അപ്പോൾ A ഗ്രേറ്റർ ദാൻ B, റൈറ്റ് സൈഡിൽ നോക്കുക. A ഗ്രേറ്റർ ദാൻ B എക്സാമ്പിൾ. അതിൻ്റെ മീനിങ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്കറിയാം അല്ലേ? ഒരു കണ്ടീഷനാണ്. ഇഫ് A ഗ്രേറ്റർ ദാൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? A ഗ്രേറ്റർ ആണെങ്കിൽ ആ ഒരു കണ്ടീഷൻ ട്രൂ ആണ്, അല്ലെങ്കിൽ അതെന്താണ്? ഫാൾസ് ആണ് അല്ലേ? ഇഫ് ദ വാല്യൂ ഓഫ് ദി ലെഫ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി വാല്യൂ ഓഫ് ദി റൈറ്റ് ഓപ്പറൻറ്റ്, അതായത് റൈറ്റിലുള്ള ഓപ്പറൻറ്റിനേക്കാളും ലെഫ്റ്റ് ഓപ്പറൻറ്റ് വലുതാണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? അല്ലെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഫാൾസ് ആണ്. ആ ഒരു സിമ്പിൾ കാണിക്കുന്നത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അപ്പം അതിൻ്റെ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ ഒരു ക്വറി എഴുതുക. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. നമുക്കറിയാവുന്നതാണ്. എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു അല്ലേ? എല്ലാ ഡാറ്റയും സെലക്ട് ചെയ്തു. സെലക്ട് ഫ്രം എംപ്ലോയി. പിന്നെ അവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? വേർ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ടീഷൻ? സാലറി ഗ്രേറ്റർ ദാൻ 25,000. സാലറി 25,000-നേക്കാളും കൂടുതലുള്ള 25,000-നേക്കാളും കൂടുതലുള്ള സാലറി ഉള്ളവരത് മാത്രം ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ 25,000-ലേക്കാളും കൂടുതൽ ഉള്ളത് മാത്രമേ ട്രൂ ആവുള്ളൂ അല്ലേ? അപ്പോൾ ആ കൂടുതൽ ആർക്കൊക്കെ ഉണ്ട് അവരുടെ ഡാറ്റ മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്വറിയിൽ ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്, കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം നേരെ മറ്റേ ഓപ്പോസിറ്റ് അല്ലേ? A ലെസ് ദാൻ B. If the value of the left operand is less than that of the value of the right operand, അങ്ങനെയാണെങ്കിൽ the condition becomes true. അല്ലെങ്കിലോ false. അപ്പോൾ നേരത്തെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഈക്വൽ ടുവിൻ്റെ കേസ് എങ്ങനെയാ? നമുക്കറിയാവുന്നതാണ് അല്ലേ? ഇഫ് ബോത്ത് ഓഫ് ദി ഓപ്പറൻസ് ഹാവ് ഈക്വൽ വാല്യൂ the condition becomes true. അപ്പോൾ ഇഫ് നോട്ട് ദെൻ ഫോൾസ്. അപ്പോൾ ഇഫ് ബോത്ത് രണ്ട് ഓപ്പറൻസും ഈക്വൽ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? ആ കണ്ടീഷൻ ട്രൂ ആവും.
അല്ലാത്ത കേസിൽ എന്താണ്, അത് ഫാൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആ ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, നോട്ട് ഈക്വൽ ടു. അപ്പോൾ നോട്ട് ഈക്വൽ ടു നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ ടു സൈനുമാണ് കൊടുക്കേണ്ടത്. അത് കൂടാതെ ആ ലെസ് ദാൻ സിമ്പിളും ഗ്രേറ്റർ ദാൻ സിമ്പിളും ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. രണ്ടും സെയിം ആണ്. ഓക്കെ, അടുത്ത വാല്യൂ അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ അവിടെ എന്താണ്, ഒന്നുകിൽ രണ്ടും ഈക്വൽ ആണ്, അല്ലെങ്കിൽ എ ഗ്രേറ്റർ. രണ്ട് കണ്ടീഷനും ആണെങ്കിലും ട്രൂ ആണ്. അല്ലാത്ത കേസൊക്കെ എന്താണ്, ഫാൾസ് ആണ്. നെക്സ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഒന്നുകിൽ എ ലെസ് ദാൻ ബി ആവുക, അല്ലെങ്കിൽ എയും ബി ഈക്വൽ ആവുക. അങ്ങനത്തെ രണ്ട് കേസിലും ഇതെന്താവും, ട്രൂ ആവും. അല്ലാത്ത കേസിൽ ഫാൾസ്. പിന്നെ അതുപോലെ തന്നെ നോട്ട് ലെസ് ദാൻ, നോട്ട് ലെസ് ദാൻ, അതായത് ലെസ് ദാൻ അല്ലെങ്കിൽ, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രൂ, ലെസ് ദാൻ ആണെങ്കിൽ എന്താണ്, ഫാൾസ്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, നോട്ട് ഗ്രേറ്റർ ദാൻ. നോട്ട് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മാത്രം വാല്യൂ ട്രൂ ആവും, അല്ലെങ്കിൽ എന്താണ്, ഫാൾസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ സിയിൽ പഠിച്ച ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ വേറെ അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് അതേപോലെ നിങ്ങൾക്ക് അറിയാം. എവിടെയാണ് നമ്മൾ ഫങ്ഷൻ യൂസ് ചെയ്യാം? ഫങ്ഷൻസ് അലൗ അസ് ടു എൻഹാൻസ് ദ കേപ്പബിലിറ്റീസ് ഓഫ് MySQL. MySQL ഇതുപോലെ ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫങ്ഷൻസ് ഓൾവേസ് റിട്ടേൺ എ വാല്യൂ ആൻഡ് ക്യാൻ ഓപ്ഷനലി ആക്സെപ്റ്റ് പാരാമീറ്റേഴ്സ്. അപ്പം ഫങ്ഷൻസ് എന്താണ്, എവറി ടൈം ആ ഫങ്ഷൻ റൺ ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും അല്ലേ. ആ ഫങ്ഷനിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഓപ്ഷനലി ആക്സെപ്റ്റ് പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം അല്ലേ. നമ്മളൊരു ഫങ്ഷൻ എഴുതുന്ന സമയത്ത് ഒരു ബ്രാക്കറ്റ് ഇടും അല്ലേ. അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്റേഴ്സ് എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും, അതിൽ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സിയിൽ പഠിച്ചതായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അത് മറന്നുപോയവരോ അറിയാത്തവരോ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ കമ്പാരിസൺ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ MySQL ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഫങ്ഷൻസൊക്കെ ഇൻബിൽറ്റ് ഫങ്ഷൻസൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ അതിൽ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ഇൻ എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഉണ്ട്. വെദർ എ വാല്യൂ ഈസ് വിതിൻ എ സെറ്റ് ഓഫ് വാല്യൂസ്. അതെന്താ ഇന്ന് ചെക്ക് ചെയ്യുന്നത്? ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ സെറ്റ് ഓഫ് വാല്യൂസിൽ ഒരു വാല്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ എന്ന് പറഞ്ഞിട്ട് ആ സെറ്റ് ഓഫ് വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വാല്യൂ ഉണ്ടോ ഇല്ലേ അതാണ് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് നൾ. അതെന്താ ചെയ്യുന്നത്? ടെസ്റ്റ് വെദർ ദ ആർഗ്യുമെൻറ്റ് ഈസ് നൾ. അപ്പോൾ നമ്മളവിടെ ആർഗ്യുമെൻ്റായി കൊടുക്കുന്ന വാല്യൂ നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുക. നള്ള് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലേ. നള്ള് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എംപ്റ്റി അല്ലേ. അതിൽ വാല്യൂ ഒന്നുമില്ല, സീറോ അല്ല, പക്ഷെ എന്താണ് അവിടെ വാല്യൂ ഒന്നും ഇല്ല എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ ഫീൽഡിൽ നമ്മൾ നൾ വാല്യൂ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ലീസ്റ്റ് പിന്നെ എന്ന ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്? റിട്ടേൺ ദി സ്മോളസ്റ്റ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യാം. സ്മോളസ്റ്റ് ആർഗ്യുമെൻ്റ് ആണ് റിട്ടേൺ ചെയ്യുക. നെക്സ്റ്റ് നോട്ട് ഇൻ എന്താണ്? നേരെ തിരിച്ച് ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. നോട്ട്. വെദർ എ വാല്യൂ ഈസ് നോട്ട് വിതിൻ എ സെറ്റ് ഓഫ് വാല്യൂസ്. അതായത് ഒരു സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ഉള്ളിൽ ആ വാല്യൂ ഇല്ല എന്ന് ചെക്ക് ചെയ്യാം. മറ്റത് ഇന്നായിരുന്നെങ്കിലോ വാല്യൂ അതിൽ ഉണ്ടോ എന്നുള്ളത്. നോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇല്ലേ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് strcmp. strcmp നമ്മൾ സിയിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ. സ്ട്രിങ് കമ്പാരിസൺ അല്ലേ. രണ്ട് സ്ട്രിങ് ഉണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യാണ് സ്ട്രിങ് കമ്പാരിസൺ ചെയ്യുന്നത്. ഓക്കെ,
ഇത്രയാണ് കമ്പാരിസൺ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ലോജിക് ഗേറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓർ ആൻഡ് നോട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേപോലുള്ള ഓപ്പറേറ്റേഴ്സാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ അതിലൊന്നാണ് ബിറ്റ്വീൻ. ഇറ്റ് ഈസ് യൂസ് ടു സെർച്ച് വിതിൻ എ സെറ്റ് ഓഫ് വാല്യൂസ് ബൈ ദ മിനിമം വാല്യൂ ആൻഡ് മാക്സിമം വാല്യൂ പ്രൊവൈഡഡ്. അപ്പോൾ എന്താണ് ബിറ്റ്വീൻ? ബിറ്റ്വീൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രണ്ട് വാല്യൂ പറയും അല്ലേ? അപ്പോൾ ആ രണ്ട് വാല്യൂവിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതാണ് ബിറ്റ്വീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം മിനിമം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന വാല്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ബിറ്റ്വീൻ എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ബിറ്റ്വീൻ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ വേറൊരു ഓപ്പറേറ്ററും കൂടി അതിൻ്റെ കൂടെ യൂസ് ചെയ്യണം അല്ലേ? ബിറ്റ്വീൻ നമ്മൾ പറയുന്ന സമയത്ത് ബിറ്റ്വീൻ 1-10, അതായത് 1-10 ഇടയിൽ എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ബിറ്റ്വീൻ 1-10 എന്നാണോ പറയാം? അല്ലെങ്കിൽ 1-10 എന്നാണോ പറയാം? അല്ല, ബിറ്റ്വീൻ 1 and 10 അല്ലേ? അപ്പോൾ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യണം. ബിറ്റ്വീൻ്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ്. സെലക്ട്, പ്രൊഡക്റ്റ് കോഡ്, പ്രൊഡക്റ്റ് നെയിം, പ്രൈസ്. ഇപ്പം എന്താണ് ഈ കൊറി ചെയ്യുന്നത്? സെലക്ട് ചെയ്യുക. ഏതൊക്കെ? 3 ഫീൽഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൊഡക്റ്റ് കോഡ്, പ്രൊഡക്റ്റ് നെയിം, പ്രൈസ്. ഫ്രം പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് 3 ഫീൽഡ് സെലക്ട് ചെയ്തു. പ്രൊഡക്റ്റ് കോഡ്, പ്രൊഡക്റ്റ് നെയിം, പ്രൈസ്. പിന്നെ കണ്ടീഷൻ എന്താ? വേർ പ്രൈസ് ബിറ്റ്വീൻ 90 and 100. അതിൻ്റെ മീനിങ് എന്താ? പ്രൈസ് 90-ൻ്റെയും 100-ൻ്റെയും ഇടയിലുള്ള പ്രൈസുള്ള ഈ പ്രൊഡക്ട്സ്, അതിൽ പെടുന്ന പ്രൊഡക്റ്റിൻ്റെ കോഡ്, പ്രൊഡക്റ്റ് നെയിം, പ്രൈസ്, അത് ലിസ്റ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനാണ് ഈ ഒരു ക്വറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 വാല്യൂ നമ്മൾ പറഞ്ഞിട്ട് അതിനിടയിലുള്ള കാര്യങ്ങൾ, ഇടയിലുള്ള പിന്നെ വരുന്ന റെക്കോർഡ്സ് ഏതൊക്കെയാണോ അത് ആ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാം. അതാണ് ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മാർക്കിൻ്റെ കേസൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുറേ പേരുണ്ട് അല്ലേ? ഇപ്പോൾ ഇത്രയും പേരിന്ന് ഇപ്പോൾ 90-ൻ്റെയും 100-ൻ്റെയും ഇടയ്ക്ക് ടോപ്പ് മാർക്ക് കിട്ടിയ ആൾക്കാർ, ഇപ്പോൾ 90-ൻ്റെയും 100-ൻ്റെയും ഇടയിൽ മാർക്ക് കിട്ടിയ ആൾക്കാരെ പേര് ലിസ്റ്റ് ചെയ്യാൻ അത് നമുക്ക് ഈ രീതിയിൽ ബിറ്റ്വീൻ ആൻഡ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് യൂസ് ടു കമ്പൈൻ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ബൈ യൂസിങ് ദ വേർ ക്ലോസ് അല്ലേ? മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും ഓർ വെച്ചിട്ട്. ഓർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അല്ലെങ്കിൽ എന്നുള്ള മീനിങ് ആണ് അല്ലേ? അപ്പോൾ ഓർ നമുക്ക് ലോജിക് ഓർ നമുക്കറിയാം അല്ലേ? ലോജിക് ഗേറ്റ്സിലെ ഓറിൻ്റെ ഫങ്ഷൻ ഓർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ബേസിക് ഗേറ്റ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. അതേപോലെ ആൻഡ് ആണെങ്കിലോ 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. അപ്പോൾ ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും അല്ലേ? മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, അപ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സെലക്ട് കസ്റ്റമർ നെയിം സിറ്റി ഫ്രം കസ്റ്റമേഴ്സ് വേർ സിറ്റി ഈസ് ഇക്വൽ ടു കൊച്ചിൻ ഓർ സിറ്റി ഈസ് ഇക്വൽ ടു കാലിക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ക്വറി റൺ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? സെലക്ട് കസ്റ്റമർ നെയിം സിറ്റി, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് എന്ന ടേബിളിൽ നിന്ന് കസ്റ്റമർ നെയിമും സിറ്റിയും നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലായിടത്തും ഡിസ്പ്ലേ ചെയ്യേണ്ട, അവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് കണ്ടീഷൻ? വേർ സിറ്റി ഈസ് ഇക്വൽ ടു കൊച്ചിൻ ഓർ സിറ്റി ഈസ് ഇക്വൽ ടു കാലിക്കറ്റ്. ഒന്നുകിൽ സിറ്റി കൊച്ചിന് അല്ലെങ്കിൽ സിറ്റി കാലിക്കറ്റ്. ഈ 2 കൊച്ചിനും കാലിക്കറ്റിലുള്ള ആളുകളുടെ
റെക്കോർഡ്സ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അല്ല സോറി, അവരുടെ കസ്റ്റമർ നെയിമും സിറ്റിയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും കൊച്ചിൻ അല്ലെങ്കിൽ കാലിക്കറ്റ് ഏതായാലും മതി. അപ്പോൾ രണ്ടും എന്താണ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓർ കൊടുത്ത്. ഓക്കെ, ആൻഡ് ഇറ്റ് അലൗസ് ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഇൻ ആൻ എസ്ക്യൂഎൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേർ ക്ലോസ്. അപ്പോൾ വേർ ക്ലോസിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് എന്തായിരിക്കണം, എന്തൊക്കെ കണ്ടീഷൻസ് നമ്മൾ എത്ര കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ടോ അതൊക്കെ ട്രൂ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് അതിനനുസരിച്ച് ട്രൂ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. സെലക്ട് കസ്റ്റമർ നെയിം സിറ്റി ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമർ എന്നുള്ള ടേബിളിൽ നിന്ന് നമ്മൾ കസ്റ്റമർ നെയിമും സിറ്റിയും സെലക്ട് ചെയ്തു. കണ്ടീഷൻ എന്താ, വേർ സിറ്റി ഇസിക്കൽ ടു കൊച്ചിൻ ആൻഡ് ജെൻഡർ ഇസിക്കൽ ടു മെയിൽ. അപ്പോൾ അവിടെ എന്താണ്, കൊച്ചിയിൽ നിന്നുള്ള ആളായിരിക്കണം, അതുപോലെ തന്നെ ആളെന്തായിരിക്കണം, മെയിലായിരിക്കണം അല്ലേ. അപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്ന കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമർ നെയിമും സിറ്റിയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, നോട്ട് ഇറ്റ് റിവേഴ്സസ് ദ മീനിങ് ഓഫ് ദി ലോജിക്കൽ ഓപ്പറേറ്റർ വിത്ത് വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ നേരെ വിപരീതം അല്ലേ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ബിറ്റ്വീൻ്റെ കൂടെ അല്ലെങ്കിൽ ഇന്നിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണോ കാര്യം അത് നേരെ റിവേഴ്സ് ആക്കാൻ, അതാണ് നോട്ട് ചെയ്യുന്നത്. സെലക്ട് ഓഫീസ് കോഡ് സിറ്റി ഫ്രം ഓഫീസസ് വേർ കൺട്രി നോട്ട് ഇൻ ഇന്ത്യ ചൈന. അപ്പോൾ ഇവിടെ ഇന്നിൻ്റെ കൂടാണ് നമ്മൾ ഈ നോട്ട് ചേർത്തിരിക്കുന്നത്. ഈ കൊറി എന്താ പറയുന്നത്, ഓഫീസ് കോഡും സിറ്റിയും ഡിസ്പ്ലേ ചെയ്യാൻ അല്ലേ. ഫ്രം ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് ഓഫീസ് കോഡും സിറ്റിയും ഡിസ്പ്ലേ ചെയ്യാൻ. വേർ കണ്ടീഷൻ എന്താ, കൺട്രി നോട്ട് ഇൻ ഇന്ത്യ ചൈന. ഇന്ത്യ ചൈന എന്നുള്ള കൺട്രീസ് അല്ലാത്തവരുടെ ഓഫീസ് കോഡും സിറ്റിയും ഡിസ്പ്ലേ ചെയ്യാനാണ് ഈ ഒരു കൊറി കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആണ് ഇവിടെ നോട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇറ്റ് ഈസ് യൂസ് ടു കമ്പയർ എ വാല്യൂ ഇൻ എ ലിസ്റ്റ് ഓഫ് വാല്യൂസ്. ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ ആ വാല്യൂ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത സംഭവം തന്നെ അതിൽ എന്താണ്, നോട്ടിൻ്റെ കൂടാണ് ആ ചേർത്തിട്ട്. അപ്പോൾ വേർ കൺട്രി നോട്ട് ഇൻ ഇന്ത്യ ചൈന, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈനയിൽ ഇല്ലാത്ത. ഇനി ആ നോട്ട് ഇല്ലാതെ കൊടുത്താലോ, മാത്രം കൊടുത്താലോ, വേർ കൺട്രി ഇൻ ഇന്ത്യ ചൈന എന്ന് പറഞ്ഞാലോ, ഇന്ത്യ ചൈന എന്ന് പറയുന്ന കൺട്രീസ് എന്നുള്ള ആളുകളുടെ മാത്രം ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ലൈക്ക് ഇറ്റ് യൂസസ് വൈൽഡ് കാർഡ് ഓപ്പറേറ്റേഴ്സ് ടു കമ്പയർ എ വാല്യൂ ടു സിമിലർ വാല്യൂസ്. അപ്പോൾ ഇത് ലൈക്ക് സാധാരണഗതിയിൽ വൈൽഡ് കാർഡ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അത് നമ്മൾ പറയാം. അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെയാണ് ഈ ഒരു ലൈക്ക് യൂസ് ചെയ്യുക. ലൈക്ക് എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സെലക്ട് എംപ്ലോയി നമ്പർ ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം ഫ്രം എംപ്ലോയീസ് എന്ന ടേബിളിൽ നിന്ന് എംപ്ലോയി നമ്പറും ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും സെലക്ട് ചെയ്തു. കണ്ടീഷൻ എന്താ, വേർ ഫസ്റ്റ് നെയിം ലൈക്ക്, ഫസ്റ്റ് നെയിം എന്തായിരിക്കണം ആളുടെ, എ ഒരു പെർസെൻറ്റേജ് സിമ്പൽ ഉണ്ട്, ഡി. അപ്പോൾ ഈ പെർസെൻറ്റേജിൻ്റെ അവിടെ വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ ഫസ്റ്റ് എ ആവണം, ലാസ്റ്റ് ഡി ആവണം. ഈ പെർസെൻറ്റേജ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനിടക്ക് ഏത് ക്യാരക്ടേഴ്സും ആവാം, എത്ര ക്യാരക്ടേഴ്സും ആവാം. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വൈൽഡ് കാർഡ് എൻട്രീസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് നോക്കുക, ഈസ് നൾ. ഇറ്റ് കമ്പയർസ് എ വാല്യൂ വിത്ത് എ നൾ വാല്യൂ. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, നൾ വാല്യൂ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സെലക്ട് പ്രൊഡക്റ്റ് നെയിം ഫ്രം പ്രൊഡക്ട്സ് വേർ ID ഈസ് നൾ. അതിൻ്റെ മീനിങ് എന്താ, പ്രൊഡക്ട്സിൽ നിന്ന് പ്രൊഡക്റ്റ് നെയിം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രൊഡക്ട്സ് ടേബിളിൽ നിന്ന് പ്രൊഡക്റ്റ് നെയിം നമ്മൾ സെലക്ട് ചെയ്തു. കണ്ടീഷൻ എന്താ, ID നള്ളായിട്ടുള്ള ഇത് മാത്രം, ID നള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് നെയിം മാത്രം ഡിസ്പ്ലേ ചെയ്യാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് ആണ്. എന്താ നോക്കാം.
MySQL provides 2 wildcard characters for constructing patterns. അപ്പോൾ ഈ ഒരു പാറ്റേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൊറിയയിൽ ചില പാറ്റേൺസ് പറയും അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പേരുകളുണ്ടാവും അല്ലേ. അത് നമുക്കൊരു പാറ്റേൺ പറയാം. അപ്പോൾ എസ് കഴിഞ്ഞിട്ട് വേറെ എന്തും ആവാം അല്ലേ. അല്ലെങ്കിൽ എന്നിൽ അവസാനിക്കുന്ന പേരുകൾ അത് പറയാം. അല്ലെങ്കിൽ പറയാം എയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിൽ അവസാനിക്കുന്ന പേരുകൾ. അപ്പോൾ അങ്ങനെയുള്ള പാറ്റേൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് ഒന്ന് പെർസെൻറ്റേജും ഒന്ന് അണ്ടർസ്കോറുമാണ്. ദ പെർസെൻറ്റേജ് വൈൽഡ് കാർഡ് മാച്ചസ് എനി സ്ട്രിങ് ഓഫ് 0 or more ക്യാരക്ടേഴ്സ്. അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ 0 ക്യാരക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ കൂടുതൽ എത്ര ക്യാരക്ടേഴ്സ് വേണമെങ്കിലും ആവാം പെർസെൻറ്റേജിൻ്റെ കേസിൽ. നേരെ മറിച്ച് അണ്ടർസ്കോർ ആണെങ്കിലോ മാച്ചസ് എനി സിംഗിൾ ക്യാരക്ടർ. ഒരു സിംഗിൾ ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ടർസ്കോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ പെർസെൻറ്റേജ് സൈനിൽ എന്താണ്? ദിസ് വൈൽഡ് കാർഡ് മാച്ചസ് 0 or more ക്യാരക്ടേഴ്സ്. പെർസെൻറ്റേജ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിക്കോളണമെന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഒന്നിലധികം ക്യാരക്ടേഴ്സ് വരാം പെർസെൻറ്റേജ് സിമ്പിൾ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. HA പെർസെൻറ്റേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ലെറ്റർ HA വരണം. ആദ്യത്തെ ഒന്ന് എച്ചും വരണം, രണ്ടാമത്തേത് എയും വരണം. അതിനുശേഷം എന്തും ആവാം അല്ലേ. ഹ ആവാം, ഹാറ്റ് ആവാം, ഹാപ്പി ആവാം, ഹാപ്പൻ ആവാം അല്ലേ, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അതിൽ പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് വരേണ്ട കാര്യങ്ങളൊന്ന് ഫസ്റ്റ് ലെറ്റർ എച്ചും രണ്ടാമത്തെ ലെറ്റർ എയും ആവണം. ബാക്കി എത്ര ക്യാരക്ടേഴ്സും ആവാം, ഏത് ക്യാരക്ടേഴ്സും ആവാം. ഓക്കെ. നെക്സ്റ്റ് അണ്ടർസ്കോറിൻ്റെ പ്രത്യേകത എന്താ? ദിസ് വൈൽഡ് കാർഡ് മാച്ചസ് ഓൺലി എ സ്പെസിഫിക് സിംഗിൾ ക്യാരക്ടർ. അതൊരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ അതെന്തേ ഉള്ളൂ, മാച്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക. P_T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ടർസ്കോറിൻ്റെ അവിടെ റീപ്ലേസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടറാണ്. ഒരു അണ്ടർസ്കോർ ഇടുകയാണെങ്കിൽ ഒരു ക്യാരക്ടറാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ P_T എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ P ആവണം, മൂന്നാമത്തെ ലെറ്റർ Tയും ആവണം. അതിനിടയിൽ നമ്മൾ ഏത് ക്യാരക്ടറും വരാം. ഇപ്പോൾ എക്സാമ്പിളാണ് പോട്ടിൻ്റെ ഫസ്റ്റ് ലെറ്ററും P ആണ്, ലാസ്റ്റ് ലെറ്റർ T ആണ്. അതിന് നടുക്കുള്ള ഒരു ക്യാരക്ടർ അത് O ആണ്. കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. പിറ്റും അതേപോലെ തന്നെ എന്താണ്, ഫസ്റ്റ് ലെറ്റർ Pയും തേർഡ് ലെറ്റർ Tയും ആണ്. അതിനിടയിൽ ഏത് ക്യാരക്ടറാവും. അതേപോലെ തന്നെ പുട്ട്, അതും അങ്ങനെ തന്നെ. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കുക. __n ഫൈൻസ്. __n എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അണ്ടർസ്കോർ ഒരു ക്യാരക്ടറിനാണ് മീൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ആദ്യത്തെ ലെറ്ററും രണ്ടാമത്തെ ലെറ്ററും എന്താവും, പക്ഷെ മൂന്നാമത്തെ ലെറ്റർ എന്തായിരിക്കണം? N ആയിരിക്കണം. അതാണ് അവിടെ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, അതായത് മാൻ, വാൻ, പാൻ, ഇതൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതാണ് വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. ക്രിയേറ്റ് എ ടേബിൾ ബുക്ക് വിത്ത് ഫീൽഡ്സ് ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഓതർ, പ്രൈസ്, ക്വാണ്ടിറ്റി. ഇൻസേർട്ട് അറ്റ്ലീസ്റ്റ് 6 റെക്കോർഡ്സ്. ഇപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബുക്ക് എന്നുള്ള പേരിൽ എന്തൊക്കെ ഫീൽഡാണ് പറഞ്ഞിരിക്കുന്നത്? ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഓതർ, പ്രൈസ്, ക്വാണ്ടിറ്റി, 5 ഫീൽഡ്. പിന്നെ അതിലേക്ക് 6 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യാൻ. ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻ? ഡിസ്പ്ലേ ഓൾ ദി ബുക്ക് നെയിംസ് ആൻഡ് ഓതർ. എല്ലാ ബുക്ക് നെയിംസും അതേപോലെ ഓതറിൻ്റെ നെയിമും ഡിസ്പ്ലേ ചെയ്യാൻ ആ ടേബിളിലുള്ള എല്ലാം. പിന്നെ പറഞ്ഞു ഷോ ഓൾ ബുക്സ് വിച്ച് ഹാവ് പ്രൈസ് അബവ് 250. അതായത് 250 കൂടുതൽ വിലയുള്ള ബുക്കുകൾ ഏതൊക്കെയാണോ അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ. മൂന്നാമതോ ഷോ ദ ബുക്ക് നെയിം ആൻഡ് ഓതേഴ്സ് ഇൻ വിച്ച് ദ ബുക്ക് നെയിം സ്റ്റാർട്ടിങ് വിത്ത് ദ ലെറ്റർ A. അതായത് A ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബുക്കിൻ്റെ പേരുകളുള്ള അവരുടെ ബുക്കിൻ്റെ പേരും അതുപോലെ തന്നെ ഓതേഴ്സും ആരൊക്കെയാണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാൻ. നാലാമത് ഫൈൻഡ് ദ ബുക്സ് വിച്ച് ഹാവ് ക്വാണ്ടിറ്റി അബവ് 100 ആൻഡ് ബിലോ 150. 100-നും 150-നും ഇടയിലുള്ള ക്വാണ്ടിറ്റി ഉള്ള ബുക്കുകൾ ലിസ്റ്റ് ചെയ്യാൻ. അഞ്ചാമത് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ബുക്സ് എക്സെപ്റ്റ് ദോസ് ഓഫ് ബുക്ക് നമ്പേഴ്സ് 101, 102, 104. അപ്പോൾ 101-ഉം 102-ഉം 104-ഉം ഇല്ലാത്ത ബുക്കുകളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടേബിള് റഫായിട്ട് നോക്കാം.
അപ്പോൾ ആ ടേബിളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പിൾ ഡാറ്റ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ ക്വറീസ് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള ഡാറ്റ നമ്മൾ കൊടുക്കണം അല്ലേ, എന്നാലേ നമ്മൾ ക്വറി റൺ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ എന്താ, ഡിസ്പ്ലേ ഓൾ ദി ബുക്ക് നെയിംസ് ആൻഡ് ഓതർ. ഇപ്പോൾ ബുക്ക് നെയിമും ഓതറും ഡിസ്പ്ലേ ചെയ്യാനാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഓതർ, പ്രൈസ്, ക്വാണ്ടിറ്റി അല്ലേ. ഇനി രണ്ടാമത് ഷോ ഓൾ ബുക്സ് വിച്ച് ഹാവ് പ്രൈസ് എബവ് 250. 250 കൂടുതൽ വിലയുള്ള ബുക്കുകളുടെ ലിസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1-2 റെക്കോർഡിൽ 250 കൂടുതൽ വില ഉള്ള ബുക്ക് വേണം. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുക. നമ്മളിപ്പോൾ അവിടെ 2 കൊടുത്തു. ഇനി ഷോ ദ ബുക്ക് നെയിം ആൻഡ് ഓതേഴ്സ് വിച്ച് ഹാവ് ബുക്ക് നെയിം സ്റ്റാർട്ടിങ് വിത്ത് ലെറ്റർ എ. അപ്പോൾ എയിൽ തുടങ്ങുന്നത് വേണം. അതിനുവേണ്ടി ഞാൻ എയിൽ തുടങ്ങുന്ന ഒരു 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ആ ക്വറി റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നമ്മൾ കാണണമല്ലോ. ഇനി ഫൈൻഡ് ദ ബുക്സ് വിച്ച് ഹാവ് ക്വാണ്ടിറ്റി എബവ് 100 ആൻഡ് ബിലോ 150. അപ്പോൾ 100 150 ഇടയിലുള്ള ബുക്കുകളാണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ ടേബിളിൽ അങ്ങനെയുള്ള ബുക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ബുക്കിന് 145 110 കൊടുത്തു. അതായത് 100 150 ഇടയിലുള്ള 2 ക്വാണ്ടിറ്റി കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സാമ്പിൾ ഡാറ്റ ആദ്യം ഒരു ടേബിൾ റഫായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തു നോക്കണം. അടുത്തെന്താ, ബുക്ക് നമ്പേഴ്സ് 101 102 104 അതിൽ ഇല്ലാത്ത അല്ലേ. അപ്പോൾ നമ്മൾ ബുക്ക് നമ്പർ എന്ത് വേണം, 101 102 ആ രീതിയിൽ കൊടുക്കും വേണം. പിന്നെ അതുപോലെ തന്നെ 101 102 104 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് വേണം അല്ലേ, അതല്ലാത്തതും വേണം. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് 101 മുതൽ ഒരു 106 വരെ കൊടുക്കാം. 6 റെക്കോർഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാമ്പിൾ ഡാറ്റ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. റഫായിട്ട് ഇതേ രീതിയിൽ ചെയ്തു വെക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് അത് റൺ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ബാക്കിയുള്ള സ്പേസിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഡാറ്റ എന്താ ഇഷ്ടമുള്ളത് കൊടുക്കാം, അതിന് കുഴപ്പമില്ല. ഇപ്പോൾ കാരണം എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബുക്ക് ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ആ ക്വറി റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാവില്ല അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എയിലുള്ള ആദ്യം തന്നെ ഇവിടെ പിന്നെ സാമ്പിൾ ഡാറ്റയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. സാമ്പിൾ ഡാറ്റ നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ റഫായിട്ട് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ഞാൻ MySQL എടുത്തു, സൈസ് ഒന്ന് വലുതാക്കി. ഓക്കെ, ഇപ്പോൾ MySQL പ്രോംപ്റ്റിൽ വന്നു. ഇപ്പം നമുക്ക് ആദ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഫസ്റ്റ് ക്രിയേറ്റ് എ ടേബിൾ ബുക്ക് വിത്ത് ഫീൽഡ്സ് ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഓതർ, പ്രൈസ്, ക്വാണ്ടിറ്റി. ഓക്കെ, ആദ്യം നമ്മൾ ഒരു ഡാറ്റാബേസ് സെലക്ട് ചെയ്യണം അല്ലേ. ആദ്യം തന്നെ ആ ഡാറ്റാബേസിലാണല്ലോ നമ്മൾ എന്ത് ചെയ്യാം, ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ എന്നുള്ള പേരിൽ ഓൾറെഡി ഉള്ള ഒരു ഡാറ്റാബേസ് സെലക്ട് ചെയ്തു, യൂസ് കമ്പ്യൂട്ടർ. ഇപ്പോൾ ഡാറ്റാബേസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ നമ്മൾ ആ ഡാറ്റാബേസ് സെലക്ട് ചെയ്തു. ഇനി ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ എന്താ കമാൻഡ്, ക്രിയേറ്റ് ടേബിൾ ബുക്കാണ് അല്ലേ, പേര് ബുക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുക, ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേര് ബുക്ക് അല്ലേ. ബുക്ക് എന്തൊക്കെ ഫീൽഡാണ് വേണ്ടത്, ബ്രാക്കറ്റിൽ കൊടുക്കുക. ഫസ്റ്റ് ബുക്ക് നമ്പർ അല്ലേ, ബുക്ക് നമ്പർ. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ഇൻറ്റാണ്. 3 കൊടുക്കുക അല്ലേ, 101 ആ രീതിയിലാണ് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് പ്രൈമറിക്ക് കൊടുക്കാം, ബുക്ക് നമ്പറാണ്. നോട്ട് നള്ളും കൊടുക്കുക. ഓക്കെ, കോമ. അടുത്ത ഫീൽഡ് എന്താണ്, ബുക്ക് നെയിം അല്ലേ. അപ്പം ബുക്ക് അണ്ടർസ്കോർ നെയിം കൊടുത്തു. അതിൻ്റെത് ബുക്ക് നെയിം ആയതുകൊണ്ട് വേർക്കാർ, സൈസ് ഒരു ബുക്കിൻ്റെ പേരായതുകൊണ്ട് കുറച്ച് വലുത് കൊടുക്കാം, ഒരു 35 കൊടുക്കാം. കൺസ്ട്രെയിൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം, നോട്ട് നള്ള് കൊടുക്കാം അല്ലേ. നോട്ട് നള്ള് കൊടുത്തു, കാരണം ബുക്കിൻ്റെ നെയിം എന്തായാലും വേണമല്ലോ. കോമ. അടുത്തത് ഓതർ അതേപോലെ പേരാണ്, വേർക്കാർ കൊടുക്കാം. അത് ഒരു 30 കൊടുക്കുക അല്ലേ, 30 കൊടുക്കാം.
അത് വേണമെങ്കിൽ നോട്ട് നള്ള് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കാരണം പേരെന്തായാലും ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അത് അതേപോലെ നോട്ട് നള്ള് കൊടുത്തു, കൊമ. അടുത്തത് പ്രൈസ് അതേപോലെ തന്നെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് കൊടുത്തു, സൈസ് പ്രൈസിന് ഒരു 4 കൊടുക്കാം, കൊമ. ലാസ്റ്റ് വൺ ക്വാണ്ടിറ്റി അതിൻ്റെ സൈസ് ടൈപ്പ് ഇൻറ്റ് സൈസ് 4 കൊടുത്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അല്ലേ, കഴിഞ്ഞു. 5 കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക, എൻ്റർ അടിക്കുക. അപ്പോൾ നോക്കുക എല്ലാം കറക്റ്റാണ്, എൻ്റർ അടിച്ചു, ക്വറി ഓക്കെ. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ആയി അല്ലേ. അപ്പോൾ ആ ടേബിളിലെ വേണമെങ്കിൽ അതിൻ്റെ സ്കീമ സ്ട്രക്ചർ വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് എന്താ ഡിസ്ക്രൈബ് അല്ലേ, DESC ഡിസ്ക്രൈബ് ബുക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ ടേബിളിലുള്ള ഫീൽഡുകളാണ് ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഓർഡർ, പ്രൈസ്, ക്വാണ്ടിറ്റി. അതിൻ്റെ ടൈപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ നോട്ട് നള്ളിൽ കൊടുത്ത് 3 ആദ്യത്തെ 3 നോട്ട് നള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബുക്ക് നമ്പറിന് പ്രൈമറി കീ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലേ. അടുത്ത ഇൻസേർട്ട് 6 റെക്കോർഡ്സ് പറഞ്ഞ് ഇൻസേർട്ട് ഇൻ ടു ബുക്ക്. അപ്പോൾ അതിൽ നമ്മളെല്ലാ ഡാറ്റയും ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുക്ക് വാല്യൂസ് കൊടുക്കുക, ബ്രാക്കറ്റിൽ ഇതിൻ്റെ വാല്യൂ കൊടുക്കുക. ഫസ്റ്റ് 101 കൊടുത്തു ബുക്ക് നമ്പറായിട്ട്. ഇനി ബുക്ക് നെയിം നമ്മളെ ഡാറ്റയിൽ നോക്കുക. ഇപ്പോൾ സാമ്പിൾ ഡാറ്റയിൽ നമ്മൾ 101 ഒന്നും വേണമെന്നില്ല, ഏതെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ബുക്ക് നെയിം ഞാൻ ചെമ്മീൻ എന്ന് കൊടുത്തു. അതിൻ്റെ ഓദർ തകഴി കൊടുത്തു. അടുത്ത പ്രൈസാണ്, പ്രൈസ് അതുപോലെ എന്തോ കൊടുക്കാം അല്ലേ. സാമ്പിൾ ഡാറ്റയിൽ നമ്മളൊന്നും കൊടുത്തില്ല, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ 325 ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു 3ൻ്റെ മേലുള്ള നമ്മൾ കൊടുത്തതാണ്, അതുകൊണ്ട് 145 കൊടുക്കാം. 300ൻ്റെ 2 നമ്മൾ സാമ്പിൾ ഡാറ്റയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്വാണ്ടിറ്റി ഒരു 80 കൊടുത്തു. ഇപ്പോൾ ഫസ്റ്റത്തെ ഇത് നമ്മൾ കറക്റ്റ് കൊടുത്തു. ഓക്കെ, ക്വാണ്ടിറ്റി കൊടുത്തു, എൻ്റർ അടിച്ചു, 1 ക്വറി ഓക്കെ, 1 റോ എഫക്റ്റഡ്. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡ് ആയി. ഇനി രണ്ടാമത്തെ നോക്കാം, 102 കൊടുക്കാം. ബുക്ക് നെയിം അതുപോലെ തന്നെ നമ്മൾ സാമ്പിൾ ഡാറ്റയിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അല്ലേ, ഒന്നും ബ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇന്ദുലേഖ എന്ന് പറഞ്ഞ ബുക്ക്, അത് എഴുതിയത് ഓദർ പേര് അതുപോലെ തന്നെ ചന്തുമേനോൻ. ഓക്കെ, ഇനി അതേപോലെ ഒരു പ്രൈസ് കൊടുക്കാം. പ്രൈസ് ഇവിടെ നമ്മൾ സാമ്പിൾ ഡാറ്റ കൊടുത്തിട്ടുണ്ട് അല്ലേ, കാരണം 300ൻ്റെ മേലെ 2 250ൻ്റെ മേലെ 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ കൊടുക്കാം. അവിടെ നമ്മൾ 300 കൊടുത്ത് 300 കൊടുക്കുക. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി 145. ഓക്കെ, ഇനി എൻ്റർ അടിക്കാം. സെക്കൻഡ് റെക്കോർഡും ഇൻസേർട്ടായി. ഇനി മൂന്നാമത്തത് അതുപോലെ തന്നെ 103 കൊടുത്തു. അവിടെ നമ്മൾ സാമ്പിൾ ഡാറ്റയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ആടുജീവിതം. പിന്നെ ഓദർ പേര് ബെന്യാമിൻ കൊടുത്തു. പിന്നെ അത് സാമ്പിൾ ഡാറ്റയിൽ ഒന്നുമില്ല അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. $200 കൊടുത്തു, 220 കൊടുത്തു, എൻ്റർ അടിച്ചു. മൂന്നാമത്തെ എൻ്റർ ആയി. ഇനി നാലാമത്തത് 104 കൊടുത്തു. അതിൽ സാമ്പിൾ ഡാറ്റയിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കാം. കാലം, അതിൻ്റെ ഓദർ എം ടി വാസുദേവൻ നായരാണ്.
ഇനി പ്രൈസ് നമുക്കൊരു 185 90 കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നാലാമത്തത് ഇൻസേർട്ടായി. ഇനി അഞ്ചാമത്തെ റെക്കോർഡിന് അതേപോലെ തന്നെ നമ്മൾ സാമ്പിൾ ഡാറ്റയിൽ എഴുതിയതിൽ പ്രൈസ് മാത്രം 350 അല്ലേ, ബാക്കി നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അടുത്ത ബുക്ക് രമണൻ. ചങ്ങമ്പുഴ. ഇതിൻ്റെ പ്രൈസ് $350, ക്വാണ്ടിറ്റി അവൈലബിൾ 100. ഓക്കെ, അപ്പോൾ 5 റെക്കോർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആറാമത്തത് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, സാമ്പിൾ ഡാറ്റ ഉണ്ട്. ആത്മകഥ ഓദർ EMS. പ്രൈസ് പ്രൈസ് 250 അതുപോലെ തന്നെ ക്വാണ്ടിറ്റി 110 കൊടുത്തു. ഓക്കെ, അപ്പോൾ 6 റെക്കോർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു അല്ലേ, അത് മതി. ഇനി നമുക്ക് ക്വറീസ് നോക്കാം. അപ്പോൾ ഡാറ്റ ഫുള്ള് നമ്മൾ ഇൻസേർട്ട് ചെയ്തു അല്ലേ, 6 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള സാമ്പിൾ ഡാറ്റയും അതിലുണ്ട്. ഇനി ക്വറി നോക്കുക. ഫസ്റ്റ് ക്വറി എന്താണ്? ഫസ്റ്റ് ക്വറി, ഡിസ്പ്ലേ ഓൾ ദി ബുക്ക് നെയിംസ് ആൻഡ് ഓതർ. അപ്പോൾ അതിൻ്റെ ക്വറി എന്താ വരിക? സെലക്ട് സ്റ്റാർ ഫ്രം ബുക്ക് ആണോ? അല്ല. അപ്പോൾ ഒരു ക്വറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വായിച്ചു നോക്കുക. അപ്പോൾ എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എന്താണ്? ഡിസ്പ്ലേ ഓൾ ദി ബുക്ക് നെയിംസ് ആൻഡ് ഓതർ. ഓൾ ഡീറ്റെയിൽസ് അല്ല പറഞ്ഞ്, ഓൾ ദി ബുക്ക് നെയിംസ് ആൻഡ് ഓതർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ബുക്ക് നെയിംസ് ഓതർ മാത്രം ഡിസ്പ്ലേ ചെയ്യുക എല്ലാ റെക്കോർഡ്സിൻ്റെയും. അപ്പോൾ എന്താ ക്വറി വരിക? സെലക്ട് സ്റ്റാർ ഫ്രം ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എന്താണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സാണ് ഡിസ്പ്ലേ ചെയ്യുക. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിസ്പ്ലേ ഓൾ ദി ബുക്ക് നെയിംസ് ആൻഡ് ഓതർ അല്ലേ, ബുക്ക് നെയിംസും ഓതറും മാത്രം മതി, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും വേണം. അപ്പോൾ സെലക്ട് ഏതാണ്? സ്റ്റാർ അല്ല, പകരം ബുക്ക് നെയിമും ഓതറും അല്ലേ. ബുക്ക് നെയിമിൻ്റെ ഫീൽഡിൻ്റെ പേരെന്താ? B_name, ഓതർ ഫ്രം ഏത് ടേബിളിൽ നിന്നാണ്? ഫ്രം ടേബിളിൻ്റെ പേര് ബുക്ക്. ഓക്കെ, സെമിക്കോളൻ ഇടുക. ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ബുക്ക് അല്ല കൊടുത്തത്, സെലക്ട് ബുക്ക് നെയിമും ഓതറും ഫ്രം ബുക്ക്. അപ്പോൾ എല്ലാം ഡിസ്പ്ലേ ചെയ്യും, എല്ലാ ബുക്ക് നെയിമും ഓതറും പേരും മാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വറി അതാണ്. ഇനി നമുക്ക് സെക്കൻഡ് എന്താ? ഷോ ഓൾ ബുക്സ് വിച്ച് ഹാവ് പ്രൈസ്
എബവ് 250. അതായത് എന്താണ്, 250-ലും കൂടുതൽ വിലയുള്ള ബുക്കുകൾ ലിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബുക്കുകൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ബുക്കുകളുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് രണ്ടും ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പോൾ എന്താ കൊടുക്കുക, സെലക്ട് എന്തൊക്കെയാണ്, ബുക്ക് നെയിം അല്ലേ, ബുക്കിൻ്റെ നെയിമും പ്രൈസും മതി അല്ലേ. കാരണം 250-ൽ എബവ് ഉള്ള ബുക്കുകളാണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം സെലക്ട് ബുക്ക് നെയിം പ്രൈസ് ഫ്രം ബുക്ക്. അവിടെ കണ്ടീഷൻ ഉണ്ട് അല്ലേ. എന്താ കണ്ടീഷൻ, 250-ലും കൂടുതൽ അല്ലേ. ഇപ്പോൾ കണ്ടീഷൻ എങ്ങനെ കൊടുക്കാം, വേർ എന്ന് പറഞ്ഞിട്ട് വേർ കീവേഡ് കൊടുക്കണം അല്ലേ. അപ്പം ഇവിടെ കണ്ടീഷനൊന്നുമില്ല, പക്ഷേ ഇവിടെ എന്താണ് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അവിടെ 250-ൽ കൂടുതലുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 250-ൽ കൂടുതലുള്ള 300-ഉം നമ്മൾ സാമ്പിൾ ഡാറ്റ കൊടുത്തിട്ടുണ്ടല്ലേ, 300-ഉം 350-ഉള്ള രമണനും ഇന്ദുലേഖയും, അത് രണ്ടുമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കും നോക്കാം. ബുക്ക് നെയിം പ്രൈസ് ഫ്രം ബുക്ക് വേർ കണ്ടീഷൻ അല്ലേ. എന്താ കണ്ടീഷൻ, എന്താണ് കൂടുതൽ നോക്കേണ്ടത്, പ്രൈസാണ് അല്ലേ. പ്രൈസ് ഗ്രേറ്റർ ദാൻ 250, 250-ൽ കൂടുതലുള്ള പ്രൈസുള്ള ബുക്കുകൾ ലിസ്റ്റ് ചെയ്യാൻ, ബുക്ക് നെയിമും അതുപോലെ തന്നെ പ്രൈസും ലിസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നോക്കാം. എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ലിസ്റ്റിൽ നോക്കുക, 2 ബുക്കാണുള്ളത് അല്ലേ. ഇന്ദുലേഖ അതിൻ്റെ റേറ്റ് 300. ഇനി അടുത്ത് നോക്കുക, ഷോ ദ ബുക്ക് നെയിം ആൻഡ് ഓതേഴ്സ് ഇൻ വിച്ച് ദ ബുക്ക് നെയിം സ്റ്റാർട്ടിങ് വിത്ത് ദ ലെറ്റർ എ. എയിൽ തുടങ്ങുന്ന ബുക്ക് നെയിം അല്ലേ. അപ്പോൾ ലിസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ബുക്ക് നെയിമും ഓതറും അല്ലേ. ഫ്രം എവിടെ നിന്നാണ്, ബുക്ക്, അത് നമുക്ക് അറിയാവുന്നതാണ്. സെലക്ട് ബുക്ക് നെയിം ഓതർ, ബുക്ക് നെയിമും ഓതറാണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞത് ബുക്ക് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന്. ഇനി കണ്ടീഷൻ എന്താ, വേർ പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടീഷൻ പറയാം. എന്താ കണ്ടീഷൻ, ബുക്ക് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റർ എ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുക ബുക്ക് നെയിം, എന്താ കൊടുക്കുക, ലൈക്ക് അല്ലേ. ബുക്കിൻ്റെ പേരാണ് ലൈക്ക്. എങ്ങനെയുള്ള ബുക്ക്, എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രിങ് ആയതുകൊണ്ട് കോഡ്സിൽ കൊടുക്കണം. എ കൊടുത്തിട്ട് എന്താ കൊടുക്കേണ്ടത്, ഏത് വൈൽഡ് കാർഡൊക്കെ കൊടുക്കേണ്ടത്, വൈൽഡ് കാർഡ് ക്യാരക്ടർ കൊടുക്കേണ്ടത് ഏതാണ്, പെർസെൻറ്റേജ് അണ്ടർസ്കോറോ, പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബുക്കിൻ്റെ പേരുകൾ പെർസെൻറ്റേജ് കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ, എ കഴിഞ്ഞിട്ട് എന്തോ ആവാം അല്ലേ. എത്ര ക്യാരക്ടേഴ്സ് വേണമെങ്കിലും ആവാം, ഏത് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ലൈക്ക് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നോക്കാം, ഇപ്പോൾ 2 ബുക്കാണ് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ടേബിൾ നോക്കിയാൽ കാണാം, ആത്മകഥയും ആടുജീവിതം. ബാക്കിയുള്ള എല്ലാം എന്താ, വേറെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അത് രണ്ടും ഡിസ്പ്ലേ ചെയ്തു. എയിൽ തുടങ്ങുന്ന പേരുകളാണ് ഡിസ്പ്ലേ ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ഫൈൻഡ് ദ ബുക്സ് വിച്ച് ഹാവ് ക്വാണ്ടിറ്റി അബവ് 100 ആൻഡ് ബിലോ 150. 100-ൻ്റെയും 150-ൻ്റെയും ഇടയിലുള്ള അല്ലേ. 100-ലും കൂടുതലാവണം, 150-ൽ താഴെ ആവണം. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് സെലക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ സെലക്ട് നമ്മൾ പറഞ്ഞ വരെ ബുക്കിൻ്റെ പേരും പിന്നെ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേ ചെയ്താൽ മതി അല്ലേ. ബുക്കിൻ്റെ പേരും ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേ ചെയ്താൽ മതി. ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബുക്ക് നെയിം ക്വാണ്ടിറ്റി ഫ്രം ബുക്ക് അതുവരെ നമുക്കറിയാം. പിന്നെ വേറിലാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടത്. എന്താ കണ്ടീഷൻ, 100-ൻ്റെയും 150-ൻ്റെ ഇടയിൽ അല്ലേ. അപ്പോൾ എന്താണ് നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത്, ക്വാണ്ടിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ. വേർ ക്വാണ്ടിറ്റി എന്താണ് അവിടെ വരിക, 100-ൻ്റെയും 150-ൻ്റെ ഇടയിലാണ് അല്ലേ. അപ്പോൾ എന്ത് പിന്നെ ഇതാണ് കൊടുക്കുക നമ്മൾ, ബിറ്റ്വീൻ അല്ലേ. ബിറ്റ്വീൻ ലോജിക്കൽ ഓപ്പറേറ്ററാണ് കൊടുക്കുന്നത്. ബിറ്റ്വീൻ 100 ആൻഡ് 150. അപ്പോൾ ബിറ്റ്വീൻ വരുമ്പോൾ ആൻഡ് അതിൻ്റെ കൂടെ വരും അല്ലേ. ബിറ്റ്വീൻ 100 ആൻഡ് 150. ഇപ്പോൾ നോക്കുക, വേർ ക്വാണ്ടിറ്റി ബിറ്റ്വീൻ 100 ആൻഡ് 150. അപ്പോൾ ക്വാണ്ടിറ്റിയാണ് 100 150. അപ്പോൾ നോക്കുക, അപ്പോൾ 100-ൻ്റെയും 150-ൻ്റെയും ഇടയിലുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം
100ഉം വന്നിട്ടുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാ? ബിറ്റ്വീൻ 100ൻ്റെയും 150ൻ്റെയും ഇടയിലുള്ളത്. അപ്പം എന്ന് പറഞ്ഞാൽ 100ഉം അടക്കം ആണ് വരിക. നേരത്തെ മറിച്ച് ഗ്രേറ്റർ ദാൻ പറയുമ്പോഴാണ് 100നെക്കാളും കൂടുതൽ അല്ലേ? ഇവിടെ നമ്മളെന്താ 100ൻ്റെയും 150ൻ്റെയും ഇടയിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ 100ഉം 150 ഇൻക്ലൂഡഡ് ആണ്. അപ്പം അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ബുക്സ് എക്സെപ്റ്റ് ദോസ് ബുക്ക് നമ്പേഴ്സ് 101, 102, 104. അപ്പോൾ എന്താണ് എക്സെപ്റ്റ്? അതായത് 101ഉം 102ഉം 104ഉം അല്ലാത്ത, അതായത് ID ബുക്ക് നമ്പേഴ്സ് 101ഉം 102ഉം 104ഉം അല്ലാത്തതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ പോലെ തന്നെ സെലക്ട് സ്റ്റാർട്ട് ഫ്രം ബുക്ക്, പിന്നെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? വേറിൽ കണ്ടീഷൻ കൊടുക്കുക. എന്താ കണ്ടീഷൻ? 101, 102, 104 അല്ലാത്തത്. അപ്പം ബുക്ക് നെയിമാണ്, ബുക്ക് നമ്പറാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് അല്ലേ? ബുക്ക് നമ്പർ എന്താവരുത്? 101, 102, 104 ആവരുത്. അപ്പം നമ്മൾ കൊടുക്കുക നോട്ട് അല്ലേ? നോട്ട് ഇൻ, ഇല്ലാത്ത. അതിൽ ഇല്ലാത്ത ഏതൊക്കെ ഇല്ലാത്ത അവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുക. നമ്മൾ നോക്കുക 101, 102, 104 അത് അല്ലാത്തത് അല്ലേ? അല്ലാത്തതാണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വരിക നോക്കാം. 103, 105, 106, 101, 102, 104 അല്ലാത്ത ഏതൊക്കെയാണ്? 103, 105, 106. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്വറീസ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ ക്വറീസൊക്കെ എങ്ങനെയാണ് റൺ ചെയ്തതെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് ക്ലിയറായിട്ട് നോക്കുക. എങ്ങനെയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ക്ലിയറായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനൊരു സൈറ്റിൻ്റെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ മൊബൈലിൽ സിസ്റ്റം ഇല്ലാത്തവർ മൊബൈലിൽ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സമയം ഉണ്ടെങ്കിൽ എഴുതി നോക്കുക. ഓരോ ക്വറീസ് എങ്ങനെയാണ് വരുന്നതെന്ന് എഴുതി നോക്കുക. അത് കൂടാതെ പറഞ്ഞു തന്നിട്ടുള്ള ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ശരിക്ക് ക്ലിയർ ആക്കി വെക്കുക. കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പിന്നെന്തില്ല, അത് ഫോളോ ചെയ്യാൻ കഴിയില്ല. അതിന് ശേഷമുള്ളത് ഫോളോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.